നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം മൂന്നാം ദിനത്തിൽ. കാണാതായ 5 പേർക്കായി കള്ളാടി ദുരന്തഭൂമിയിൽ തെരച്ചിൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് കള്ളാടി സന്ദർശിക്കും. സോണുകൾ തിരിച്ചുള്ള പരിശോധനയിൽ സൂചന കിട്ടിയ 3-ാം സോണിലും മീനാക്ഷി പുഴയിലും തെരച്ചിൽ നടത്തും. 2-ാം ദിനത്തിലെ പരിശോധനയിൽ കഡാവർ നായ്ക്കൾ അടയാളം കാണിച്ചെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ദുരന്തത്തിൽ സർക്കാർ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ചു. തുരങ്ക നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. അപകടത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചാണ് ആദ്യ അന്വേഷണം. കേന്ദ്ര സർക്കാരിന്റെ കർശനമായ പാരിസ്ഥിതിക നിർദ്ദേശങ്ങൾ നിർമ്മാണ കമ്പനി പാലിച്ചോ എന്നതിലാണ് 2ാമത്തെ അന്വേഷണം. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ 50 ഇന മാർഗനിർദ്ദേശങ്ങൾ കരാറിലുണ്ട്. അപകട സാധ്യത വിലയിരുത്തിയ ശേഷമേ പുനരാരംഭിക്കൂ. ദുരന്തം അന്വേഷിക്കാനുള്ള സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ജില്ലാ കളക്ടർമാരാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അവധി പ്രഖ്യാപിച്ചത്. അതേസമയം നാളെ മുതൽ ഒരു ജില്ലയിലും പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ തുടരുമെന്നാണ് വിലയിരുത്തൽ. ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജിന് കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന് നാമകരണം ചെയ്ത് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ജനറൽ ആശുപത്രി, തൈക്കാട് ആശുപത്രി എന്നിവ ചേർത്താണ് പുതിയ മെഡിക്കൽ കോളേജ് രൂപീകരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയെ 100 MBBS സീറ്റുള്ള മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ജീവനക്കാരും സജ്ജമാണ്. പുതിയ മെഡിക്കൽ കോളേജിനുള്ള 150 കോടിയുടെ കേന്ദ്ര സഹായം ഉടൻ അനുവദിക്കണമെന്നായിരുന്നു NHM യോഗത്തിൽ മന്ത്രി മുരളീധരൻ ആവശ്യപ്പെട്ടത്. തദ്ദേശ സ്വയംഭരണ വകുപ്പും ശുചിത്വ മിഷനും സംസ്ഥാനത്തുടനീളം ജൂണിൽ നടത്തിയ എൻഫോഴ്സ്മെന്റ് നടപടികളുടെ ഭാഗമായി 23,519 പരിശോധനകൾ നടത്തി. ഇവയിലെല്ലാം കൂടി 1,10,54,785 രൂപ പിഴ ചുമത്തി. ഇതിൽ 49,17,340 രൂപ ഇതിനോടകം പിഴ ഇനത്തിൽ ഈടാക്കി. വിവിധ സ്ക്വാഡുകൾ നടത്തിയ പരിശോധനയിൽ 167.36 കിലോ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടിച്ചെടുത്തു. നിരോധിത പ്ലാസ്റ്റിക് വിൽപ്പനയും ഉപയോഗവും, പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയൽ, അനധികൃത മാലിന്യ നിക്ഷേപം, മാലിന്യം കത്തിക്കൽ, ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കൽ, കക്കൂസ് മാലിന്യം തള്ളൽ മുതലായ കുറ്റകൃത്യങ്ങളാണ് കണ്ടെത്തി നടപടി സ്വീകരിച്ചത്. തിരുവനന്തപുരത്ത് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലുമായി മാലിന്യം തള്ളുന്നതിന് പിന്നിൽ CPM നേതൃത്വമെന്ന് മേയർ VV രാജേഷ്. സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഷമീർ CPM പ്രവർത്തകനാണെന്നും നഗരത്തിലെ മകരപ്പൂർവ്വം മലിനമാക്കി ഭരണ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നതെന്നും മേയർ ചൂണ്ടിക്കാട്ടി. ഷമീറിന് CPM നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളത്. ഷമീറിനൊപ്പം CPMന്റെ ചാല ഏരിയ സെക്രട്ടറി സുന്ദർ നിൽക്കുന്ന ചിത്രവും മേയർ പുറത്തുവിട്ടു. ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ഓണാഘോഷ യാത്രാത്തിരക്ക് കുറയ്ക്കാൻ പ്രത്യേക തീവണ്ടി അനുവദിച്ചു. എഗ്മോർ മംഗളൂരു, ചെന്നൈ സെൻട്രൽ കൊല്ലം, താമ്പരം തിരുവനന്തപുരം എന്നീ റൂട്ടുകളിലാണ് പ്രത്യേക തീവണ്ടികൾ അനുവദിച്ചത്. തീവണ്ടികളിലേക്കുള്ള റിസർവേഷൻ വ്യാഴാഴ്ച ആരംഭിക്കും. PSC നിയമനങ്ങളിലെ തരികിട ഒന്നൊന്നായി പുറത്തുവരവേ ക്രമക്കേടുകളിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു സർക്കാർ. വിജിലൻസ് അന്വേഷണമായിരുന്നു മന്ത്രിസഭാ യോഗ അജണ്ടയിലുണ്ടായിരുന്നത്. എന്നാൽ തട്ടിപ്പുകളും ഗൂഢാലോചനയും അടക്കം കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചാവും ഉത്തമമെന്ന മന്ത്രിമാരുടെ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിക്കുകയായിരുന്നു. അന്വേഷണ ചുമതല, എത്ര കാലത്തെ ക്രമക്കേടുകൾ അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുകൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ 2023 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച 642 കാറ്റഗറിയിലെ ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാൻ PSC ഉത്തരവിട്ടു. തെളിവുകൾ നശിപ്പിക്കാനാണ് ശ്രമമെന്ന ആരോപണം ഇതോടെ ശക്തമായി. 1961 കേരള ഡിസ്ട്രിക്ഷൻ ഓഫ് റെക്കോർഡ്സ് നിയമപ്രകാരമാണ് നടപടി. 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചവയും പൊതുപരീക്ഷ നടത്തിയവയുമായ തസ്തികകളിലുള്ള ഉത്തരക്കടലാസുകളാണ് നശിപ്പിക്കുന്നത്. ആസൂത്രണ ബോർഡ് പരീക്ഷ നടന്നത് 2023 ജൂലൈ 13-നാണ്. തുടർ നടപടികൾ ആവശ്യമില്ലാത്തതിനാലാണ് നശിപ്പിക്കുന്നതെന്നാണ് PSCയുടെ വിശദീകരണം. ആസൂത്രണ ബോർഡ് പരീക്ഷയിൽ യോഗ്യതയുള്ള പലരുടെയും ഉത്തരങ്ങൾ പരിശോധിച്ചില്ലെന്നാണ് പരാതി. ദേശീയപാത വികസനത്തിന് 2039 കോടി രൂപ കേന്ദ്രം അനുവദിച്ചുവെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു.
1663 കോടി രൂപ കൊല്ലം തേനി ദേശീയപാതയിൽ കടവൂർ മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെ 4 വരിപ്പാത വികസനത്തിനാണ് ഇത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. കഴക്കൂട്ടം ബാലരാമപുരം ഭാഗത്തെ ദേശീയപാതയ്ക്ക് 66 കോടി രൂപയുണ്ട്. കശുവണ്ടി ഇറക്കുമതിയിൽ അഴിമതി കേസിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു ജുഡീഷ്യറിയെ അവഹേളിച്ചെന്ന് വിമർശിച്ച ഹൈക്കോടതി കോടതിയലക്ഷ്യ നോട്ടീസ് അയച്ചു. കേസെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ വെള്ളിയാഴ്ച നേരിട്ട് ഹാജരായി ബോധിപ്പിക്കണം. മാപ്പപേക്ഷ സ്വീകാര്യമല്ല, തുടരാൻ യോഗ്യനല്ലെന്നും വിമർശിച്ചു. മുഖ്യപ്രതിയായ INTUC നേതാവ് R ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യാൻ അനുമതി നൽകി ബിജു ഇറക്കിയ ഉത്തരവിൽ കോടതിയെ കുറ്റപ്പെടുത്തുന്ന പരാമർശങ്ങളുണ്ടായിരുന്നു. ഇതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. തലശ്ശേരി വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘം തട്ടിപ്പിൽ സെക്രട്ടറി ജോജിഷിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. പോലീസിന് ലഭിച്ച 3 പരാതികളിൽ മാത്രം നഷ്ടമായത് 1 കോടിയിലേറെ രൂപയാണ്. വ്യാപാരി വ്യവസായി വെൽഫെയർ സഹകരണ സംഘത്തിലെ ക്രമക്കേടിനെ കുറിച്ച് നേരത്തെ ഒരു സ്വകാര്യ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിക്ഷേപം സ്വീകരിച്ച് സെക്രട്ടറി മുങ്ങിയെന്നാണ് പരാതി. കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശി അനുകൂലിന് 37,95,000 രൂപയും തിരുവങ്ങാട് മഞ്ഞോടി സ്വദേശി KC ജലജയ്ക്ക് 55,70,000 രൂപയും മുഴപ്പിലങ്ങാട് സ്വദേശി ജഷീനയ്ക്ക് 17 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് കിട്ടാനുള്ളത്. ഈ 3 പേരുടെയും പരാതിയിൽ തലശ്ശേരി പോലീസ് വെവ്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഒരിടവേളയ്ക്ക് ശേഷം കുത്തരിയുടെ വിലയിൽ കുതിപ്പ്. ചില്ലറ വില കിലോഗ്രാമിന് 60 രൂപ കടന്നു. കഴിഞ്ഞ ആഴ്ച വരെ ശരാശരി 52 രൂപ നിരക്കിലായിരുന്നു വിൽപ്പനയെങ്കിൽ പൊടുന്നനെ 10 രൂപയോളം കുതിച്ചു. എന്നാൽ വെള്ളയരിക്ക് വിലയിൽ വർധനവില്ല. നെല്ലുൽപാദന സംസ്ഥാനങ്ങളിൽ നെല്ലിന്റെ വില കൂടിയതാണ് വിലക്കയറ്റത്തിന് കാരണം. ആന്ധ്രയിൽ നെല്ലിന് കിലോഗ്രാമിന് 32 രൂപ വരെയായി. തമിഴ്നാട്ടിൽ 33, കർണാടകയിൽ 32 എന്നിങ്ങനെയാണ് നിരക്ക്. ആന്ധ്രയിൽ 6 രൂപ വരെയും മറ്റ് സംസ്ഥാനങ്ങളിൽ 10 രൂപ വരെയുമാണ് വർദ്ധിച്ചത്. സംഘടനാ തെരഞ്ഞെടുപ്പ് എത്തിയതോടെ അംഗീകൃത വിദ്യാർത്ഥികളാകാനുള്ള തിരക്കിൽ KSU പ്രവർത്തകർ. അംഗീകൃത സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമേ സംഘടനയിൽ അംഗത്വമെടുക്കാനും ഭാരവാഹികളാകാനും കഴിയൂ. അംഗത്വമെടുക്കുമ്പോൾ അപേക്ഷകർ തങ്ങളുടെ കോളേജ് ID കാർഡും ആധാർ കാർഡും അപ്ലോഡ് ചെയ്യണമെന്നാണ് നിബന്ധന. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കോഴ്സിന് ചേരാനുള്ള നെട്ടോട്ടത്തിലാണ് പദവി മോഹികളായ നേതാക്കൾ. മദ്യപിച്ച് ലക്കുകെട്ട് അപകടകരമായ രീതിയിൽ പോലീസ് വാഹനം ഓടിച്ച ഓപ്പറേഷൻ തൂഫാൻ പോലീസ് സംഘത്തിലെ 3 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പത്തനംതിട്ട DYSPയുടെ ഡെഫൻസ് സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് പോലീസ് വാഹനം ഓടിച്ചത്. CPOമാരായ പ്രിയേഷ് M കുറുപ്പ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് സസ്പെൻഡ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവറായ മണ്ണാറക്കുളഞ്ഞി സ്വദേശി ശോഭ സന്തോഷ് യാത്രക്കാരുമായി പത്തനംതിട്ടയിലേക്ക് വരുന്ന വഴി മൈലപ്രയിലെത്തിയപ്പോൾ ഓട്ടോയിൽ ഇടിക്കുന്ന തരത്തിൽ അപകടകരമായി പോലീസ് വാഹനം കടന്നുപോയി. ഇതോടെ ശോഭ യാത്രക്കാരുമായി പിന്തുടർന്നാണ് പോലീസ് വാഹനം തടഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റു 2 ഉദ്യോഗസ്ഥർ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയും കോളേജുകളിലെ ഡിഗ്രി കോഴ്സുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. 10 പേരെയാണ് ഇന്നലെ പിരിച്ചുവിട്ടത്. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് നിർബന്ധിത വിരമിക്കൽ. പിരിച്ചുവിടുന്നവർക്ക് 3 മാസത്തെ ശമ്പളവും അലവൻസും നൽകും. ഒരു സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വാഹനം രജിസ്ട്രേഷൻ മാറ്റാതെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നതിനുള്ള കാലയളവ് വർദ്ധിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഒരു വാഹന ഉടമയ്ക്ക് നിലവിലെ രജിസ്ട്രേഷൻ മാറാതെ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് 3 വർഷം വാഹനം ഉപയോഗിക്കാൻ കഴിയുന്ന നിയമം കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ രജിസ്ട്രേഷൻ മാറാതെ 1 വർഷം മാത്രമാണ് ഉപയോഗിക്കാൻ അനുവദിക്കുന്നത്. ജോലിയിൽ അടിക്കടി സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെറിയ കാലയളവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന മാറ്റമാണ് ഉദ്യോഗസ്ഥർ ഈ നിർദ്ദേശത്തെ വിലയിരുത്തുന്നത്. ഇന്തോനേഷ്യൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 3 രാജ്യങ്ങളുടെ വിദേശ പര്യടനത്തിൽ 2ാം ഘട്ടമായി ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തി. ബുധനാഴ്ച വൈകിട്ടാണ് മോദി മെൽബൺ വിമാനത്താവളത്തിലെത്തിയത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയെ പ്രതിനിധീകരിച്ച് ഭവനരഹിതർ നഗരകാര്യമന്ത്രി ക്ലെയർ ഒനീൽ MP ഉൾപ്പെടെയുള്ള ഉന്നത സർക്കാർ പ്രതിനിധികൾ പ്രധാനമന്ത്രിയെ ഔപചാരികമായി സ്വീകരിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മെൽബണിൽ ഇന്ത്യൻ വംശജരുടെ വലിയ സ്വീകരണ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹങ്ങൾ വൻ ആവേശത്തോടെയാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നത്. ഗുജറാത്തിലെ ചില ഭാഗങ്ങളെ വെള്ളപ്പൊക്കം സ്തംഭിപ്പിച്ചു. 48 മണിക്കൂറിനുള്ളിൽ പെയ്ത റെക്കോർഡ് മഴയിൽ മേഖലയിലുടനീളം വിനാശകരമായ വെള്ളപ്പൊക്കമുണ്ടായി. സൂറത്ത് ജില്ലയിൽ മാത്രം 9 പേർ കൊല്ലപ്പെടുകയും 3500-ലധികം ആളുകളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതായി അധികൃതർ ബുധനാഴ്ച സ്ഥിരീകരിച്ചു. ചൊവ്വാഴ്ച രാവിലെ 6 മണിക്കും ബുധനാഴ്ച രാവിലെ 6 മണിക്കും ഇടയിലുള്ള 24 മണിക്കൂറിനുള്ളിൽ 358 മില്ലിമീറ്റർ, അതായത് 14.09 ഇഞ്ച് മഴ പെയ്തതായി സൂറത്ത് നഗരം രേഖപ്പെടുത്തി. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO
പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ് വിജയകരമായി പരീക്ഷിച്ചതോടെ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷികൾ ബുധനാഴ്ച മറ്റൊരു പ്രധാന നാഴികക്കല്ല് പിന്നിട്ടു. പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഒഡീഷയിലെ ചാന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ ITR ഉയർന്ന കൃത്യതയുള്ള പരീക്ഷണം നടന്നു. ഇന്ത്യയുടെ ദീർഘദൂര റോക്കറ്റ് പീരങ്കി സംവിധാനത്തിനായുള്ള നിർണായക ചുവടുവെപ്പാണ് ഈ വിജയകരമായ പരീക്ഷണം. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി ഇറാനിലെ വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ വ്യാപക വ്യോമാക്രമണം. വെടിനിർത്തൽ അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടിയെന്നോണമാണ് US സെൻട്രൽ കമാൻഡ് പുതിയ സൈനിക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക എന്നിവിടങ്ങളിൽ അതിശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ അതീവ തന്ത്രപ്രധാനമായ തീരമേഖലകളായ ചബഹാർ, കൊണാർക്ക്, ബുഷർ, ഖേഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും US സൈന്യം വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിൽ H-1B PERM തൊഴിൽ വിസകളിലെ തട്ടിപ്പുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ച് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. IT സേവന രംഗത്തെ വൻകിട കമ്പനിയായ കോഗ്നിസന്റിന്റെ പേരും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ഉന്നത ഫെഡറൽ ഉദ്യോഗസ്ഥൻ പരാമർശിച്ചിട്ടുണ്ട്. വിദേശ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയുന്നതിനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഏറ്റവും ശക്തമായ നടപടിയാണിതെന്ന് US ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ ജനറൽ ആന്റണി ഡി എസ്പോസിറ്റോ വ്യക്തമാക്കി. യാത്രയ്ക്കിടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ ചരക്ക് വിമാനം അറബിക്കടലിൽ തകർന്നു വീണതായി പാകിസ്ഥാൻ. വിമാനത്തിലുണ്ടായിരുന്ന 5 ക്രൂ അംഗങ്ങളും മരിച്ചു. ഷാർജയിൽ നിന്ന് കറാച്ചിയിലേക്ക് പോവുകയായിരുന്ന കാർഗോ വിമാനമായ ബോയിംഗ് 737 ആണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് വിമാനം യാത്ര പുറപ്പെട്ടത്. വിമാനത്തിന് 27 വർഷത്തെ പഴക്കമുണ്ട്. പറന്നുയർന്ന് മണിക്കൂറുകൾക്കകം എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നഷ്ടമാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിമാനം അറബിക്കടലിൽ തകർന്നു വീണെന്ന് വ്യക്തമായത്. സംഭവത്തിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ദുഃഖം രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റോമിന്റെ നിലപാട് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഇറാനെതിരായ സൈനിക നടപടികളിൽ ഇറ്റലി പങ്കെടുക്കില്ലെന്ന് പ്രധാനമന്ത്രി ജോർജിയ മെലോണി ബുധനാഴ്ച പറഞ്ഞു. അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച മെലോണി സംഘർഷം ആരംഭിച്ചതു മുതൽ ഇറ്റലി സ്ഥിരതയുള്ള നിലപാട് പാലിച്ചുവെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.